ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാവൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഈ വണ്ടിയിൽ നിറയെ ഇരിക്കുന്നത് നമ്മുടെ ഗാർഡനിലേക്ക് വരാൻ പോകുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചേക്കുന്നത് കാശ്മീരി റോസാണ്. അത് ഏകദേശം ഇതേ സൈസിനുള്ള തൈകളാണ്. പൂക്കളും മുട്ടുകളൊക്കെ വന്നതും വരാത്തതുമായിട്ടുള്ള തൈകളുണ്ട്. അതേപോലെ ഒരു വണ്ടി നിറയെ സമ്മർ സ്നോ റോസാണ് കേട്ടോ. നിറയെ സമ്മർ സ്നോ റോസ് നിൽക്കുന്നുണ്ട്. അടിപൊളി റോസാണ് കാണാനായിട്ട്. പൂക്കളൊക്കെ വന്ന് സ്റ്റാർട്ടായി തുടങ്ങിയ പ്ലാന്റ്സ് തന്നെയാണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ. അടിപൊളി കളക്ഷൻസാണ്. ഇതേ കണ്ടില്ലേ, ഇതൊക്കെ പ്രൂൺ ചെയ്ത് ഇപ്പോൾ ഇതാ പുതുതായിട്ട് ഇങ്ങനെ റെഡി ആയി കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് സമ്മർ സ്നോയുടെ ഉള്ളത്. സമ്മർ സ്നോ മാത്രമല്ല, പിങ്ക് ബട്ടൺ റോസ് നമ്മുടെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു സൈഡിൽ കൂടെ. അപ്പോൾ ഇത് പിങ്ക് ബട്ടൺ റോസാണ്, നല്ല അടിപൊളിയായിട്ടുള്ള പിങ്ക് ബട്ടൺ റോസ്. ഇത് വന്നിട്ട് യെല്ലോ മിനിയേച്ചർ റോസാണ്. അപ്പോൾ നാടൻ റോസുകളൊക്കെ തപ്പി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ കാറ്റലോഗിലോട്ട് വരിക. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് കാറ്റലോഗ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരു വണ്ടി നിറയെ നമ്മുടെ ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് വരുന്നുണ്ട്. ഓൺ റൂട്ടഡ് മാത്രമല്ല, വെറൈറ്റി ആയിട്ടുള്ള ഒത്തിരി കളക്ഷൻസ്, ഓർക്കിഡ് റോസ്, മിഡ് നൈറ്റ് ബ്ലൂ, അതുപോലെ അന്നേഡുപ്പേരി, പിന്നെ റെഡ് ഓർക്കിഡ് റോസ്, ഓറഞ്ച് ഫെയറി റോസ്, ഓറഞ്ച് ഫെയറി ക്രീപ്പർ റോസ്, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് വന്നിട്ട് റെഡ് ബട്ടൺ റോസാണ്. പിങ്ക് ബട്ടൺ റോസാണ്. നമുക്ക് റെഡ് ബട്ടൺ റോസും നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ 7 days റോസ്, നാടൻ മഞ്ഞയുടെ ബഡ് ചെയ്ത തൈകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പറയുന്നത് മാത്രമല്ല, നമ്മുടെ കാറ്റലോഗിനകത്ത് ഏകദേശം 118 വെറൈറ്റീസ് റോസ് ഫ്രൂട്ട്സ് എല്ലാം കൂടെ വരുന്നുണ്ട്. അതെല്ലാം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. എല്ലാ പ്ലാന്റ്സും നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും നമുക്ക് അവൈലബിലിറ്റി ഉള്ള കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമ്മൾ കാറ്റലോഗിനകത്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ റയറായിട്ട് വരുന്ന പ്ലാന്റ്സൊക്കെ കാറ്റലോഗിനകത്ത് കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ ആവശ്യമുള്ള പ്ലാന്റ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം. അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് പ്ലാന്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. മെയിൻലി അങ്ങനെ കൊടുക്കുന്ന റോസുകൾ അന്നേഡുപ്പേരി, പിന്നെ അതുപോലെ വരുന്ന ചില വെറൈറ്റി റോസസിൻ്റെയൊക്കെ സ്ട്രൈപ്പ് റോസൊക്കെ നമ്മൾ കാറ്റലോഗിനകത്ത് ആഡ് ചെയ്യാറില്ല. കാരണം അത് വളരെ കുറച്ച് സ്റ്റോക്ക്, ഒരു 50 പ്ലാന്റ്സിനകത്തേക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതൊരിക്കലും കാറ്റലോഗിനകത്ത് ആഡ് ചെയ്യില്ല. അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് വാട്സപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളത് ഈ ഒരു ക്രീപ്പർ റോസാണ് കേട്ടോ. നല്ല ഭംഗിയാണ്. 5 ഇതളുകളേ ഉള്ളൂ, പക്ഷെ കാണാനായിട്ട് വളരെ ഭംഗിയാണ്. ഇതൊരു ക്രീപ്പർ റോസ് ആണെങ്കിൽ കൂടെയും നമുക്കൊരു ബുഷിയായിട്ട് നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബുഷിയായിട്ട് തന്നെ നിർത്താൻ പറ്റും. ഒന്ന് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ബ്രാഞ്ചസിലെല്ലാം മുട്ടുകളുണ്ടാവും. അപ്പോൾ നമുക്ക് ബുഷിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്താം. നമുക്കിപ്പോൾ പടർത്തി വിടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളത് മാർഗോ കോസ്റ്റർ ഓറഞ്ച് ആണ്. ഇത് പൂക്കൾ വിരിഞ്ഞ് ഏകദേശമൊക്കെ ആയ പ്ലാന്റ്സ് ആണ് കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു കളർ ഫെയ്ഡൊക്കെ ആയിട്ട് നിൽക്കുന്നത്. വിരിയുന്ന സമയത്ത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ്. അടുത്തതായിട്ട് സെൻറ്റിമെൻ്റൽ റോസാണ് കേട്ടോ. ഇതാണ് സെൻറ്റിമെൻ്റൽ റോസ്. വൈറ്റും ഒരു മജന്ത പോലത്തൊരു കളർ ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവുക. ചില സമയത്ത് കൂടുതൽ വൈറ്റ് വരും, ചില സമയത്ത് കൂടുതൽ മജന്ത ഷെയ്ഡ് വരും. അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ ഒരു പൂക്കൾ വരുന്നത്. അടുത്ത വെറൈറ്റി റോസ് എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി നാളായി ഇത് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൻ്റെ പിങ്ക് ബട്ടർഫ്ലൈ റോസാണ്. വളരെ റെയർ പ്ലാന്റ് ആണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് അധികം അങ്ങനെ നഴ്സറികളിലൊന്നും കിട്ടാത്തൊരു പ്ലാന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വന്നിട്ട് പ്ലാസ്റ്റിക് പൂ പോലെ തോന്നും, പക്ഷേ പ്ലാസ്റ്റിക് അല്ല. ഇത് ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്ന ഐഡിയ ആണ്. നല്ല ഫ്രാഗ്രൻസ് ഉള്ളൊരു വെറൈറ്റി കൂടിയാണ് കേട്ടോ. ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളി വെറൈറ്റിയാണ്. അടുത്തതായിട്ട് യെല്ലോ അന്നേഡുപ്പേരി എന്ന് പറയുന്ന ക്രീപ്പർ റോസാണ്. വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്കിപ്പോൾ സെയിലായിട്ടുള്ളത്. നിങ്ങൾക്ക് നമ്മുടെ ഔട്ട്ലെറ്റിൽ നിന്ന് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഔട്ട്ലെറ്റിൽ നിന്ന് കളക്ട് ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാം. ട്രിവാൻഡ്രത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് വന്ന് തന്നെ പർച്ചേസ് ചെയ്യാം. ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് DTDCയുടെ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഔട്ട്ലെറ്റിലേക്ക് വരുന്നതിന് മുമ്പ് കോൺടാക്ട് ചെയ്തിട്ട് മാത്രം വരുന്നതായിരിക്കും കേട്ടോ എപ്പോഴും നല്ലത്. വാട്സപ്പിൽ മെസ്സേജ് ഇടുക. ഞാൻ വരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഔട്ട്ലെറ്റിലേക്ക് വന്നാൽ മതി. കാരണം ലോഡും കാര്യങ്ങളൊക്കെ എത്തുന്നതിനനുസരിച്ചിട്ടാണ് ഔട്ട്ലെറ്റിലേക്ക് നിങ്ങൾ വരേണ്ടത്. അപ്പോൾ ഇത് വന്നിട്ട് ഓറഞ്ച് മിനിയേച്ചർ അല്ലെങ്കിൽ സ്റ്റെറീന റോസാണ്. അടുത്തതായിട്ട് റോസ് പ്രേമികളെ മനം മയക്കുന്നൊരു വെറൈറ്റി തന്നെയാണ്. മിഡ് നൈറ്റ് ബ്ലൂ ആണ്. നല്ല അടിപൊളി വെറൈറ്റിയാണ്. നല്ല സ്മെല്ലുമാണ് കാണാനായിട്ട്. ഈ ഒരു കളർ ഷെയ്ഡിലാണ് പൂക്കൾ വരുന്നത്. ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവും. അടുത്തതായിട്ട് ക്രീപ്പർ ജാക്കിയാണ്. നിറയെ പൂക്കൾ ഉണ്ടാവുന്നൊരു വെറൈറ്റി കൂടിയാണ് ക്രീപ്പർ ജാക്കി. അടിപൊളി വെറൈറ്റി തന്നെയാണ്. മഞ്ഞയും ഒരു ചന്ദന കളറും വൈറ്റും ആണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വരാം കേട്ടോ. താങ്ക് യു.